പറ എന്നൊക്കെ കണ്ടു നമ്മളിവിടെ. ആ അങ്ങനെ എല്ലാവർക്കും എൻ്റെ മറ്റു വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ വാഗമൺ ട്രിപ്പ് പോവുകയാണ്. ഫാമിലിയുടെ കൂടെയാണ് ട്രിപ്പ് പോകുന്നത്. ആമിഷേ വായി തട്ടെ, ഇഡ്ഡലി തട്ടെ, സാമ്പാറും കൂട്ടി. ആമിഷേ ഹായ് വന്നു. ഹായ്. നമ്മൾ ഇനി എത്താൻ പോകുന്നത് പുൽമേട്ടിലോട്ടാണ്. പുൽമേട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം പുൽമേടാണ്. 2 സൈഡിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അവിടെ വെച്ചിട്ടാണെങ്കിൽ നിരവധി സിനിമകൾ, മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജവാന വെള്ളിമല, ദൃശ്യം, ജോസഫ് എന്ന് വേണ്ട നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാ കരുത നമ്മളിപ്പോൾ ഉള്ളത് വാഗമൺ മെഡോസ്. വാഗമണിലെ മൊട്ടക്കുന്നിൻ്റെ അവിടെയാണ്. ശരിക്കുള്ള മൊട്ടക്കുന്ന് ആ കാണുന്ന കേട്ടോ, ആ കാണുന്ന ഏരിയ ആണ്. അപ്പം നല്ല പൊരും വെയിലായതുകൊണ്ട് നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല എന്തായാലും. അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊട്ടക്കുന്നുകൾ കാണാം. പിന്നെയാണെന്നുണ്ടെങ്കിൽ പൈൻ ഫോറസ്റ്റ്, പൈൻ വാലി കാണാൻ പറ്റും അവിടെയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ. അപ്പോൾ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങ് മൊട്ടക്കുന്നിൽ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ താന്നാണ്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് വൈഡായിട്ടുള്ള വ്യൂ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ മൊട്ടക്കുന്ന് കഴിഞ്ഞിട്ട് കട്ടപ്പന പോകുന്ന റൂട്ടിലൂടെ ഒരു കുറച്ച് മുന്നോട്ട് പോകുന്ന കഴിയുമ്പോൾ ഇങ്ങനത്തെ വേറൊരു പുൽമേട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും. നമ്മുടെ ഈ സൈഡിലാണെങ്കിൽ നമുക്ക് വാഗമൺ ടൗൺ കാണാൻ പറ്റും. വാഗമൺ ടൗണിൻ്റെ കുറച്ച് പോർഷൻസൊക്കെ അങ്ങ് ദൂരമായിട്ട് കാണാൻ പറ്റും. വാഗമൺ ടൗൺ എത്ര മുമ്പായിട്ടാണ് വാഗമൺ ടീ ലേക്ക് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള ലേക്കാണ്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആൾക്കാരൊക്കെ പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും അങ്ങ് ദൂരെയായിട്ട്. നമ്മളെന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല. മെയിനായിട്ടുള്ള ഉദ്ദേശം നമ്മൾ ഇന്ന് പരുന്തുംപാറ കാണാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ വാഗമണിലെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് പോവുകയാണ്. മൊട്ടക്കുന്നിൻ്റെ അവിടെ നിന്ന് 2.5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈൻ വാലി അവിടെ എത്തിച്ചേരാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് പെയ്യാൻ പാർക്ക് ഗ്രൗണ്ട് കേട്ടോ. നമ്മൾ പൈൻ വാലിക്ക് പോകുമ്പോൾ ഇവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് പോകണം അങ്ങോട്ട് പോകാൻ. അങ്ങോട്ട് വണ്ടി അലൗഡ് അല്ല. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ 100 മീറ്ററാണ് പൈൻ വാലിക്കുള്ളത്. ഇപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഫുള്ള് പൈൻ മരം തോട്ടങ്ങളാട്ടോ. ഈ കാണുന്ന കുന്നിൻ ചെരുവിലാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പോർഷനായിട്ട് തോന്നുള്ളൂ. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ ഏരിയ ആയിട്ട് തോന്നും. അപ്പോൾ ഇവിടെ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന സ്ഥലമാണ്. പൈൻ വാലിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി എൻട്രൻസ് ഫീസ് ഉണ്ട്. 10 രൂപയാണ് എൻട്രൻസ് ഫീസ്. അതേപോലെ തന്നെ ക്യാമറയ്ക്കാണെന്നുണ്ടെങ്കിൽ 50 രൂപ എൻട്രൻസ് ഫീസ് വരുന്നുണ്ട്. നല്ല വെയിലാണെങ്കിൽ കൂടി ഇതിൻ്റെ അകത്ത് അധികം വെയിലൊന്നും കൊള്ളത്തില്ല. അകത്ത് നല്ല തണുപ്പൊക്കെയാണ്. ഈ മരങ്ങളൊക്കെ ഫുള്ള് നിൽക്കുന്നതുകൊണ്ട് വെയിലൊക്കെ അകത്തൊക്കെ അടിക്കാൻ തന്നെ വലിയ പാടാണ്. അതുകൊണ്ട് നല്ല തണുപ്പാണ് നമുക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പൈൻ ഫോറസ്റ്റ്, പൈൻ വാലിയുടെ ടോപ്പ് പോയിൻറ്റിലാണ്.
അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടം വരെയാണ് പൈൻ മരങ്ങളുള്ളൂ. അപ്പോൾ താഴോട്ടാണെങ്കിൽ ഫുള്ള് പൈൻ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മഴക്കാലത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇലകളില്ലേ, പൈൻ മരത്തിന് ഇല വീണ ആ നിലത്തോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് തോട്ടപ്പുഴു അട്ടയൊക്കെ ഉണ്ടാവും. മുട്ടക്കുന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ആകെയുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ നിങ്ങൾ മുട്ടക്കുന്നിൻ്റെ അവിടുന്ന് പൈൻ വാലിക്ക് പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ കാണുന്നതാണെന്നുണ്ടെങ്കിൽ ക്യാറ്റിൽ ഫാം ആട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ ആട്ടോ. അപ്പോൾ നമ്മുടെ ക്യാറ്റിൽ ഫാം കാണാൻ പറ്റും. അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിൽ ഫുള്ള് മലകൾ കാണാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഫുള്ള് നല്ല പുൽത്തകിടികളാണ് കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മുടെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഏലക്കാടുകളാട്ടോ. നിറച്ച് ഏലമാണ്. ഏലത്തിൽ അധികം കായൊന്നുമില്ല, ജസ്റ്റ് പൂവൊക്കെ ആയതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ മറുവശത്താണെന്നുണ്ടെങ്കിൽ ഫുള്ള് തേയിലത്തോട്ടം നല്ല പച്ച കളറിൽ നിൽക്കുന്നു. ഈ തേയിലത്തോട്ടത്തിലാണെങ്കിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വീട്ടിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മൾ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോവിഡൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അമീസേ ഇത്തിരി സാമ്പാർ ഒഴിക്കട്ടെ. എവിടെ നിന്ന് കഴിച്ചോ? അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഏലക്കാടും തേയിലത്തോട്ടമൊക്കെ കണ്ടിട്ട് ആണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഒരു പ്രത്യേക ഫീലാട്ടോ. നമ്മളിപ്പോൾ പരുന്തുംപാറ എത്തിയിരിക്കുക കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സ്കൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മഴമേഘമൊക്കെ കയറിയിട്ട് ഫുള്ള് മൂടി നിൽക്കുവാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ബൈക്കേഴ്സൊക്കെ പോകണം കാണാൻ പറ്റും. ഇപ്പോൾ സമയം 4 മണി ആയതേ ഉള്ളൂ. ഇപ്പോൾ വൈകുന്നേരം കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് ഇവിടെ ആൾക്കാരുടെ തിരക്ക് കൂടുക. ഫ്രണ്ടിലാണെങ്കിൽ ചെറിയൊരു ഗോപുരം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ വ്യൂ പോയിൻ്റൊക്കെ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഉണ്ടോ? നമ്മുടെ താഴെയായിട്ടാണെങ്കിൽ ഒരു പാറ കണ്ടോ, നേരെ കണ്ടോ? ആ പാറയാണെങ്കിൽ ആ പാറയുടെ ഷേപ്പാണെങ്കിൽ ഒരു പരുന്തിൻ്റെ ഷേപ്പിലാണ്. ഇപ്പം തലയും അതേപോലെ അതിൻ്റെ ചിറകും എന്ന രീതിയിലാണ് ആ പാറ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അത് പരുന്തും പാറ എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കടകളാണ് കാണാൻ പറ്റുക. ഇഷ്ടംപോലെ നമുക്ക് സ്നാക്സും അതുപോലെ ബജി, നാരങ്ങ വെള്ളം, ചായ എന്ന് വേണ്ട നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എൻട്രി ഫീസോ അതേപോലെ പാർക്കിംഗ് ഫീസോ ക്യാമറ ഫീസോ വേറെ ഒരു ഫീസും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സ്വന്തം വണ്ടിയും കൊണ്ട് വരാം. വണ്ടിയും കൊണ്ട് വന്നിട്ട് ഇതിലൊക്കെ ഫുള്ള് കറങ്ങി നടക്കാം. പിന്നെ നിങ്ങൾക്ക് പരുന്തുംപാറയുടെ ഹില്ലിൻ്റെ ടോപ്പ് പോയിന്റിൽ പോകാം. ഇപ്പോൾ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ കുറേ മരനിരകളൊക്കെ കാണാൻ പറ്റും. എത്ര മലകളാണെന്ന് നോക്കി, 1 2 3 4 5 6 7 എന്ന് വേണ്ട അങ്ങനെ നിരന്ന് കിടക്കുക കേട്ടോ. നല്ല രസമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ കാണാൻ പറ്റും. സൺസെറ്റാണ് ഒരു പ്രത്യേക ഭംഗി കേട്ടോ. ഇപ്പം സൂര്യനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ മലകളുടെ ഇടയിലൂടെ ഇങ്ങനെ ലൈറ്റൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണാനുണ്ടല്ലോ, കണ്ടോ? ഒരു പ്രത്യേക ഭംഗിയാണ്. 4 ദിവസം മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ പ്രവീണും ഞാനും ഒരു റോഡ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ തേക്കടി, മേഘമല,
ഒരു ഫുൾ 3 days ട്രിപ്പായിരുന്നു. ആ ട്രിപ്പിലാണെങ്കിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ പരുന്തുംപാറയുടെ ടോപ്പിൽ പോയി പരുന്തിൻ്റെ കിടുക്കനായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പറ, എന്നൊക്കെ കണ്ടു നമ്മളിവിടെ. ആ ആണോ? പിന്നെ കണ്ടു, മല, പിന്നെ കാറ്റുപോയെ കണ്ടു. അപ്പടി മഴ പെയ്തു, മഴ പെയ്ത് അപ്പടി വെള്ളമായിപ്പോയി. ആ മാക്കൊക്കെ ഇത്ര നേരം നല്ല കിടുക്കം മഴയായിരുന്നു. ഒരു 4:20 മുതൽ 4:45 വരെ നല്ല പെരും മഴയായിരുന്നു കേട്ടോ. അയ്യോ, മഴ എന്ന് പറഞ്ഞപ്പോൾ ഒരു അമ്മാതിരി മഴയായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മഴ മാറിയതുള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പരുന്തുംപാറയുടെ ആ പാറയുടെ ആ ഏരിയയിലൊന്നും ആരുമില്ല. നമ്മളിപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നേരെയായിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുന്നത്, ആ വെള്ളമാണ് ഒഴുകി ഇതേ വീണ്ടും ഒരു വെള്ളച്ചാട്ടമായിട്ട് മാറുന്നുണ്ട്. സൈഡിൽ കാണുന്ന മലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോടമഞ്ഞ കയറി തുടങ്ങി. അതേപോലെ മേഘങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൂര്യനെ ഇപ്പം മറച്ചിരിക്കുകയാണ്. ഇപ്പം നല്ല തണുപ്പ് കേട്ടോ. ആ കാണുന്ന സൈഡിലെ വഴിയിലാണെന്നുണ്ടെങ്കിൽ ബൈക്ക് സ്റ്റണ്ടിങ് കേട്ടോ. ബൈക്ക് സ്റ്റണ്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല. പോലത്തെ ഡേഞ്ചറായിട്ട് സ്ഥലത്ത് തന്നെ വേണം ബൈക്ക് സ്റ്റണ്ടിങ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് സെഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രാവൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോസ് കാണാം. ബൈ ബൈ.